Hello friends, welcome to English Speaking Club. ഇപ്പോൾ ഡേ 14 നമ്മൾ ഷുഡും വിട്ടും കിട്ടും മസ്റ്റും മൈറ്റും ഔട്ട് ടു തുടങ്ങിയ വെർബുകൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻസുമായിട്ടുള്ള സെന്റൻസുകളും മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയുന്നതിന് വേണ്ടി ഒരു ചെറിയ ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് എന്താണെന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ഉത്തരങ്ങളുമായി ഇത് കമ്പയർ ചെയ്ത് നോക്കുക. ഒന്നാമത്തെ ചോദ്യം, യു ഡോണ്ട് സീ എ ഡോക്ടർ ഇഫ് യു ഫീൽ അൺവെൽ. അല്ലേ, ഇവിടെ നമുക്ക് ഷുഡോ വുഡോ കുഡോ മസ്റ്റോ മൈറ്റോ എന്ത് തന്നെയാലും ഉപയോഗിക്കാൻ പറ്റും. സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്താണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഞാനിവിടെ വുഡ് എഴുതി കഴിഞ്ഞാൽ എന്താണ്, അത് നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. മസ്റ്റ് എഴുതി കഴിഞ്ഞാൽ എന്താണ്, അത് നിർബന്ധത്തെ കാണിക്കാൻ വേണ്ടിയാണ്. മൈറ്റ് എഴുതിയാൽ സംശയമാണ്. ഷുഡ് പറഞ്ഞാൽ എന്താണ്, കടമയെ കാണിക്കാനാണ്. അതുപോലെ തന്നെ എന്താണ്, കുഡ് പറഞ്ഞാൽ കഴിവിനെ കാണിക്കാനാണ്. ഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ധർമ്മത്തെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഔട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏത് വെർബാണ് യൂസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. യു ഡോണ്ട് സീ എ ഡോക്ടർ ഇഫ് യു ഫീൽ അൺവെൽ. അല്ലേ, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണെങ്കിൽ നിങ്ങൾ എന്താണ്, നിർബന്ധമായും ഡോക്ടറെ കാണണം എന്നുള്ളതാണ്. നിർബന്ധമായും നിങ്ങൾ കാണണം എന്നുള്ള അർത്ഥത്തിൽ മസ്റ്റ് ഉപയോഗിക്കാം. ഇത്തരത്തിൽ ഏത് വെർബ് വേണമെങ്കിലും ഇവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ സാരം എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ യു മസ്റ്റ് സീ എ ഡോക്ടർ ഇഫ് യു ഫീൽ അൺവെൽ. അല്ലേ, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും ഹെൽത്ത് പരമായിട്ട് എന്ന് തോന്നലുണ്ടെങ്കിൽ അവിടെ നമ്മൾ നിർബന്ധമായും ഡോക്ടറെ കാണണം എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലാണെങ്കിൽ നമ്മളവിടെ മസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. കടമ എന്ന രീതിയിൽ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു ഉപദേശം എന്ന രീതിയിൽ നമുക്ക് ഔട്ടും ഉപയോഗിക്കാം. ഇത്തരത്തിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് ഉപയോഗിച്ചാലും എന്താണ് ശരി തന്നെയാണ്. പക്ഷെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ഇതെല്ലാം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഡാഷ് യു ഹെൽപ്പ് മീ ക്യാരി ദിസ് ഹെവി ബാഗ്. ഇവിടെ നമുക്ക് ഇത് ചോദ്യമാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വെർബിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യത്തിന്റെ എന്താണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയും വലിയ ബാഗ് എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണം എന്നുള്ള അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എന്താണ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വെർബ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമുക്കൊരു ബാഗ് തൂക്കണമെങ്കിൽ നമുക്കറിയാം അതിനൊരു കഴിവുണ്ടായിരിക്കണം, അതിന് ആരോഗ്യം ഉണ്ടായിരിക്കണം. അത്തരത്തിൽ നമുക്കവിടെ എന്താണ് കുഡ് എന്നുള്ള വെർബ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെ പറയുന്നു, കുഡ് യു ഹെൽപ്പ് മീ ക്യാരി ദിസ് ഹെവി ബാഗ് എന്നുള്ളതാണ്. ഈ വലിയ ബാഗ് എടുക്കാൻ എന്നെ നിങ്ങൾ സഹായിക്കാമോ എന്നുള്ള അർത്ഥമാണ് ആ സെന്റൻസിൽ കുഡ് ഉപയോഗിച്ചത് കൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ നെഗറ്റീവ് സെന്റൻസ് ആണ് യു ഡോണ്ട് ഈറ്റ് ടു മച്ച് ജങ്ക് ഫുഡ്. നിങ്ങൾ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കേണ്ട, കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് എന്താണ് കേടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്തരത്തിൽ നമ്മൾ എന്താണ് ഒരാളോട് പറയുമ്പോൾ അതവരെ കടമ എന്ന രീതിയിൽ നമുക്ക് പറയാം. കുട്ടികളടുത്ത് പറയുമ്പോൾ നമുക്ക് അവരെ കടമ എന്ന രീതിയിൽ പറയാം, യു ഷുഡ് നോട്ട് ഈറ്റ് ടു മച്ച് ജങ്ക് ഫുഡ് എന്നുള്ളത്. അല്ലേ, ഇവിടെ നമുക്ക് നിർബന്ധമായും പറയാൻ സാധിക്കും, അതുപോലെ തന്നെ അഡ്വൈസ് ആയിട്ട് പറയാൻ സാധിക്കും, സംശയിച്ച് പറയാൻ സാധിക്കും, നോർമലായിട്ട് പറയാൻ സാധിക്കും. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ട് അതിനെന്താണ് മാച്ചായി വരുന്നത് ഒരു കടമ എന്ന രീതിയിൽ പറയാൻ വേണ്ടിയാണ്. ഇനി അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ദേ ഡാഷ് അറൈവ് ലേറ്റ് ഡ്യൂ ടു ട്രാഫിക്. അല്ലേ, അവർ എന്താണ് ട്രാഫിക് കാരണം അവർ കുറച്ച് ലേറ്റ് ആകണം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് സംശയിച്ച് ഇവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ പോകുന്നത് മൈറ്റിലേക്കാണ്. ഒരു സെന്റൻസിൽ നമ്മൾ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ സംശയിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് അവിടെ മൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ദേ മൈറ്റ് അറൈവ് ലേറ്റ് ഡ്യൂ ടു ട്രാഫിക്. അല്ലേ, ട്രാഫിക് കാരണം അവർ ലേറ്റായി എത്തിച്ചേരണം എന്നുള്ള അർത്ഥമാണ് ഇവിടെ എന്താണ് മൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ ഏത് ഓക്സിലറി വെർബ് ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഈ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുക എന്നുള്ളതാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ കൂട്ടുകാർക്കും ഇതിന്റെ ഉത്തരങ്ങൾ ശരിയായെന്ന് കരുതുന്നു. നമുക്ക് ഡേ 15 പഠിച്ചു തുടങ്ങാം. അപ്പൊ ഡേ 15 നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഷുഡ് ഹാവ്, വുഡ് ഹാവ്, കുഡ് ഹാവ്, മസ്റ്റ് ഹാവ്, മൈറ്റ് ഹാവ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ എല്ലാ പ്രയോഗങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഷുഡ് ഹാവ് പ്ലസ് വെർബും ഉപയോഗിക്കും, അതുപോലെ തന്നെ ഷുഡ് ഹാവ് പ്ലസ് നൗണും ഉപയോഗിക്കും. അത് രണ്ടിന്റെയും യൂസേജ് ആണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പൊ ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് പാസ്റ്റ് റിഗ്രറ്റ്സ് ഓർ മിസ്ഡ് ഒബ്ലിഗേഷൻസ്. അല്ലേ, നമ്മൾ പാസ്റ്റിൽ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അത് നമ്മൾ ചെയ്തില്ല. അത്തരത്തിൽ ചെയ്യേണ്ട പ്രവൃത്തിയെ നമ്മൾ കടമയുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഷുഡ് ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. അല്ലേ, ഒരു കടമയോ ഒരു ബാധ്യതയോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഷുഡ് ഹാവ് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് മോർ ഫോർ ദ എക്സാം. അല്ലേ, നീ എക്സാമിന് നന്നായി പഠിക്കേണ്ടതായിരുന്നു, പക്ഷേ പഠിച്ചില്ല, അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയത് അല്ലെങ്കിൽ തോറ്റുപോയത് എന്നൊരു നെഗറ്റീവ് അർത്ഥം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ യൂസേജുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്.
രണ്ടാമത് നോക്കുകയാണെങ്കിൽ മസ്റ്റ് ഹാവ്, അവിടെ നമുക്കറിയാം യൂസ്ഡ് ഫോർ സ്ട്രോങ് കൺക്ലൂഷൻസ് ഓർ സെർട്ടാനിറ്റി അബൌട്ട് ദ പാസ്റ്റ്, അല്ലേ? ഒരു ഉറപ്പായിട്ടുള്ള ഒരു കാര്യം പാസ്റ്റ് നമ്മൾ അത് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ മസ്റ്റ് ഹാവ് എന്നുള്ള എന്താണ് യൂസേജ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ he must have left early because his car is not here. അവന്റെ കാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ നിർബന്ധമായും നേരത്തെ പോകേണ്ടതായിരുന്നു പക്ഷേ അവൻ പോയില്ല എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതൊരു നിർബന്ധത്തെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ പാസ്റ്റ് പോസിബിലിറ്റീസ് ഓർ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലേ? ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷെ നമ്മൾ ചെയ്തില്ല എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ കുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ കുഡ് ഹാവ് ബിക്കം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആകേണ്ടതായിരുന്നു ബട്ട് ഐ ചോസ് എഞ്ചിനീയറിംഗ്, പക്ഷേ ഞാൻ എന്താണ് എഞ്ചിനീയറിംഗ് ആണ് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള കഴിവ്, ഡോക്ടർ ആവാനുള്ള കഴിവ്, ബുദ്ധിയും പഠിത്തവും എല്ലാം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിരഞ്ഞെടുത്തത് എഞ്ചിനീയറിംഗ് ആണ്. അവിടെ ഒരു കഴിവിനെ കാണിക്കാനാണ് നമ്മൾ അവിടെ കുഡ് ഹാവ് എന്നുള്ള യൂസേജ് ആ സെന്റൻസിൽ യൂസ് ചെയ്തത് എന്നുള്ളതാണ്. അടുത്ത യൂസേജ് നോക്കുകയാണെങ്കിൽ മൈറ്റ് ഹാവ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു മൈറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ സംശയമാണ്. യൂസ്ഡ് ഫോർ പാസ്റ്റ് പോസിബിലിറ്റീസ് ഓർ അൺസർട്ടൺ ഈവൻസ്, അല്ലേ? അവിടെ ഒരു സംശയിച്ച് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു കാര്യം പറയുമ്പോൾ ആ സെന്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാസ്റ്റുമായി ബന്ധപ്പെട്ട് മൈറ്റ് ഹാവ് എന്നുള്ള യൂസേജ്. ഷി മൈറ്റ് ഹാവ് ഫോർഗോട്ടൺ ഹെർ കീസ് അറ്റ് ഹോം, അല്ലേ? അവൾ താക്കോലുകൾ വീട്ടിൽ മറക്കേണ്ടതായിരുന്നു പക്ഷെ അവൾ മറന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താണ്, അതിനൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. അത്തരത്തിൽ അവൾ മറക്കേണ്ടതായിരുന്നു പക്ഷെ മറന്നില്ല എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മളവിടെ മൈറ്റ് ഹാവ് എന്നുള്ള എന്താണ് യൂസേജ് ഉപയോഗിച്ചത്. നമ്മൾ നോക്കുകയാണെങ്കിൽ വുഡ് ഹാവ്, ഞാൻ പറഞ്ഞു നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് പറയാനാണ് സാധാരണ വുഡ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ പാസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് പാസ്റ്റിലെ ഒരു കാര്യം അത് സംഭവിക്കേണ്ടതായിരുന്നു പക്ഷെ സംഭവിച്ചില്ല എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു ബട്ട് ഐ വാസ് ബിസി, ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ എന്താണ് തിരക്കിലായിരുന്നു, അക്കാരണം കൊണ്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ എല്ലാ യൂസേജുകളും നമ്മൾ വെർബ് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെർബിന്റെ V3 മൂന്നാമത്തെ രൂപമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ എക്സാം നോക്കുകയാണെങ്കിൽ യു ഷുഡ് ഹാവ് കഴിഞ്ഞ വെർബ് സ്റ്റഡി എന്നുള്ള വെർബിന്റെ V3 സ്റ്റഡീഡാണ് ഉപയോഗിച്ചത്. അതുപോലെ ലീവ് എന്നുള്ളതിന്റെ V3 ലെഫ്റ്റ് ആണ് ഉപയോഗിച്ചത്. ഈ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ബിക്കം എന്നുള്ളത് ബിക്കം എന്നുള്ള V3 ആണ് ഉപയോഗിച്ചത്. ഇവിടെ ഫോർഗെറ്റ് എന്നുള്ളത് എന്താണ്, ഫർഗോട്ടൻ എന്നുള്ള V3 ആണ് ഉപയോഗിച്ചത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് എന്നുള്ളിടത്ത് ഇവിടെ ഹെൽപ്പ് എന്നുള്ള വെർബിന്റെ V3 ഹെൽപ്ഡ് എന്നാണ് യൂസ് ചെയ്തത്. അപ്പോൾ വെർബ് ഉപയോഗിക്കുകയാണെങ്കിൽ വുഡ് ഹാവോ, ഷുഡ് ഹാവോ, മസ്റ്റ് ഹാവോ, മൈറ്റ് ഹാവോ, കുഡ് ഹാവോ കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകം ഓർമ്മ വേണം. V1ഉം V2 എഴുതി കഴിഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, ഗ്രാമർപരമായിട്ട് തെറ്റാണ്. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ഷുഡ് ഹാവും, മസ്റ്റ് ഹാവും, മൈറ്റ് ഹാവും, കുഡ് ഹാവും, വുഡ് ഹാവും കഴിഞ്ഞ് വെർബ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്താണ് നൗണും ഉപയോഗിക്കാറുണ്ട്, പേരുകളും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് വെർബ് V3 മൂന്നാമത്തെ രൂപമാണ്, അല്ലേ? ഇവിടെ ഐ ഡാഷ് സ്റ്റഡീഡ് വെൽ, സ്റ്റഡി എന്നുള്ള വെർബിന്റെ എന്താണ് V3 ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ നന്നായി പഠിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഞാൻ പഠിച്ചില്ല. പാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറയാം. ഇവിടെ എനിക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വുഡ് ഹാവോ, ഷുഡ് ഹാവോ, മസ്റ്റ് ഹാവോ, മൈറ്റ് ഹാവോ, സിറ്റുവേഷൻ അനുസരിച്ച് സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം എന്നുള്ളത്. ഇനി നെഗറ്റീവ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അവിടെ പോകേണ്ടതായിരുന്നില്ല പക്ഷെ നിങ്ങൾ പോയി എന്നുള്ളതാണ്, അല്ലേ? എങ്ങനെ പറയും? യു വുഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ. ഇവിടെയും വെർബിന്റെ V3 ആണ് ഗോ, വെന്റ്, ഗോൺ എന്നാണ് നമ്മളിവിടെ എന്താണ് യൂസ് ചെയ്തത്. ഇവിടെ മനസ്സിലാക്കുക, നെഗറ്റീവ് ഉണ്ടാക്കാൻ വുഡ് കഴിഞ്ഞ് ഒരു നോട്ട് ചേർക്കുക മാത്രം ചെയ്താൽ മതിയാകും. ആ സെന്റൻസ് നെഗറ്റീവ് ആവും. എങ്ങനെ പറയും? യു വുഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ, നിങ്ങൾ അവിടെ പോകേണ്ടതായിരുന്നില്ല പക്ഷെ നിങ്ങൾ അവിടെ പോയി എന്നുള്ളതാണ് ആ സെന്റൻസിന്റെ അർത്ഥം നമുക്ക് തരുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ് ഡാഷ് ഐ ഡാഷ് അറ്റൻഡഡ് ദ ഇന്റർവ്യൂ. ഞാൻ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്താണ് അവിടുത്തെ ചോദ്യം എന്നുള്ളത്. അവിടെ നിങ്ങൾക്കറിയാം അറ്റൻഡ് എന്നുള്ള വെർബിന്റെ V3 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അറ്റൻഡഡ് എന്നുള്ളത്. വുഡ് ഐ ഹാവ് അറ്റൻഡഡ് ദ ഇന്റർവ്യൂ, അല്ലെ? ഞാൻ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഞാൻ ആക്ച്വലി പങ്കെടുത്തില്ല എന്നുള്ളതാണ് ആ സെന്റൻസ് നമുക്ക് തരുന്ന അർത്ഥം എന്ന് പറയുന്നത്. ഇതെല്ലാം വുഡ് ഹാവ് കഴിഞ്ഞ് വെർബ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻസും യൂസ് ചെയ്യുക എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് വെർബിന്റെ V3 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്.
അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഏത് യൂസേജ് കഴിഞ്ഞ് നമ്മൾ എന്താണ് നൗൺ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അർത്ഥം കിട്ടുന്നത്. ഇതും ശ്രദ്ധിക്കേണ്ടത് നൗൺ ആയാലും അത് പാസ്റ്റുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വുഡ് ഹാവ് പ്ലസ് നൗൺ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അറിയാം എ ബെറ്റർ ജോബ് അല്ലെ. ജോബ് എന്നുള്ള ഒരു നൗൺ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള സെന്റൻസ് എഴുതുമ്പോൾ ഐ വുഡ് ഹാവ് എ ബെറ്റർ ജോബ്, എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാകണമായിരുന്നു, പക്ഷെ എനിക്ക് നല്ലൊരു ജോലി ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ പാസ്റ്റുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അവിടെ വെർബും പറയാം നൗണും പറയാം. വെർബ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മനസ്സിലാക്കിയതാണ്. ഇവിടെ നൗണ് ഇല്ലേ, ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോബ് എന്ന് പറഞ്ഞ ഒരു പേര് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വുഡ് ഹാവ് എന്നുള്ള യൂസേജ് പറയുമ്പോൾ അവിടെ നമുക്ക് കിട്ടണം നമ്മൾ അത് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ വുഡ് നോട്ട് ഹാവ് എന്നുള്ളതാണ്. നമ്മളിവിടെ വെർബുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ഇതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ഇവിടെയും എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യു വുഡ് നോട്ട് ഹാവ് എ ലൈഫ് പാർട്ട്ണർ, നിങ്ങൾക്കൊരു ജീവിത പങ്കാളി ഉണ്ടാകണമായിരുന്നില്ല പക്ഷെ നിങ്ങൾക്കൊരു ജീവിത പങ്കാളി ഉണ്ട് എന്നുള്ളതാണ് ആ സെന്റൻസ് കൊണ്ട് നമുക്ക് ഇപ്പോൾ അർത്ഥമാകുന്നത്. പാസ്റ്റുമായി ബന്ധപ്പെടുത്തിയുള്ള നെഗറ്റീവാണ് അവിടെ നമ്മൾ വുഡ് നോട്ട് ഹാവ് എന്നുള്ള എന്താണ് യൂസേജ് ഉപയോഗിച്ചത് കൊണ്ട് കിട്ടുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തി വുഡ് ഹാവ് പ്ലസ് നൗണിൽ നമ്മൾ ചോദ്യം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഡാഷ് ഐ ഡാഷ് എ ബെറ്റർ ജോബ് ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ. ഇത് ചോദ്യമാണ്, നമുക്കറിയാം. ചോദ്യം വരുമ്പോൾ നമുക്കറിയാം വുഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് എന്നുള്ളതാണ് അതിന്റെ സ്ട്രക്ചർ. എങ്ങനെ പറയും? വുഡ് ഐ ഹാവ് എ ബെറ്റർ ജോബ് ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ അല്ലേ. ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാകണമായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പക്ഷെ ഞാൻ പഠിച്ചില്ല അതുകൊണ്ട് എനിക്ക് നല്ലൊരു ജോലിയും ഇല്ല എന്നുള്ളതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ആ യൂസേജ് നോക്കുകയാണെങ്കിൽ വുഡ് ഐ ഹാവ് എ ബെറ്റർ ജോബ്, എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാകണമായിരുന്നോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, മസ്റ്റ് ഹാവ്, മൈറ്റ് ഹാവ്, കുഡ് ഹാവ് എന്നുള്ള യൂസേജ് വെർബ് വെച്ചും നൗൺ വെച്ചും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിൽ. എല്ലാ കൂട്ടുകാർക്കും നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി അറിയുന്നതിന് വേണ്ടിയുള്ള ടാസ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കൊരു 5 ചോദ്യം കാണാം. ഇതിന്റെ ഉത്തരങ്ങൾ കറക്റ്റായി എഴുതുക. ഇതിൽ ഏത് യൂസേജ് എഴുതിയാലും അത് ശരി തന്നെയാണ്. ആ സെന്റൻസ് വായിച്ചു നോക്കി അതുമായി ബന്ധപ്പെട്ട് അത് സംശയമാണോ, നിർബന്ധമാണോ, കടമയാണോ, അതുപോലെ എന്താണ് കഴിവാണോ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ് ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. ഏത് എഴുതിയാലും ശരി തന്നെയാണ്. ഞാൻ പറഞ്ഞത് നമ്മളെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഏത് യൂസേജ് ആണ് ഈ പറയുന്ന സാഹചര്യങ്ങളിൽ ബെറ്റർ ആയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അത് വളരെ എന്താണ് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പാഠത്തിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ എന്താണ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക.